15 ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വോട്ട് ചെയ്യാനെത്തി. വൈകുന്നേരം 5 മണിയോടെയാണ് പാലക്കാട് കുന്നത്തുറുമേട് ബൂത്തിൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്തത്. ആദ്യത്തെ ബലാത്സംഗ കേസിൽ അറസ്റ്റ് തടയുകയും രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം ലഭിക്കുകയും ചെയ്തതിനാൽ രാഹുൽ വോട്ട് ചെയ്യാൻ എത്തുമെന്ന് ഇന്നലെ തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. രാഹുലിന്റെ വരവിൽ പാർട്ടിക്ക് ബന്ധമില്ല എന്നും ആശയവിനിമയം ഇല്ലെന്നുമാണ് KPCC നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. രാവിലെ വോട്ട് ചെയ്യാൻ എത്തിയാൽ അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നുള്ളതുകൊണ്ടാണ് വോട്ടെടുപ്പ് അവസാനിക്കാൻ 1 മണിക്കൂർ മാത്രമുള്ളപ്പോൾ രാഹുൽ വോട്ട് ചെയ്യാൻ എത്തിയത്. പറയാനുള്ളതെല്ലാം കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് മാങ്കൂട്ടത്തിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. മാധ്യമപ്രവർത്തകർ തുടരെ ചോദ്യങ്ങൾ ഉന്നയിച്ചുവെങ്കിലും അദ്ദേഹം ഒന്നിനും മറുപടി നൽകാൻ തയ്യാറായില്ല. പാലക്കാട് തന്നെ കാണുമെന്നാണ് മാങ്കൂട്ടത്തിൽ അറിയിച്ചിട്ടുള്ളത്. കൂകി വിളിച്ചാണ് CPM പ്രവർത്തകർ രാഹുലിനെ വരവേറ്റത്. എന്നാൽ കോൺഗ്രസ് പ്രവർത്തകർ രാഹുലിനെ ബൊക്ക നൽകിയാണ് സ്വീകരിച്ചത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി ഉന്നയിച്ച ചില സംശയങ്ങൾ ഏറെ പ്രസക്തമാണ്. പരാതി പോലും വ്യാജമാണോ എന്ന് സംശയിക്കത്തക്ക കാര്യങ്ങളാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് രാഹുലിന് കോടതി ജാമ്യം അനുവദിച്ചതും. ജാമ്യം അനുവദിച്ചത് ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് എങ്കിൽ പോലും സെഷൻസ് കോടതി ജഡ്ജ് ഉന്നയിച്ച സംശയങ്ങൾ അത് അതേപടി നിലനിൽക്കുന്നുമുണ്ട്. എന്തുകൊണ്ട് പരാതി നൽകാൻ വൈകി? പോലീസിന് നൽകാതെ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകാനുള്ള കാരണം എന്താണ്? പീഡനത്തിന് ശേഷവും പ്രതിയുമായി ബന്ധം പുലർത്തിയത് എന്തിന് എന്നതടക്കമുള്ള സംശയങ്ങളാണ് കോടതി ഉന്നയിച്ചത്. ഇക്കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ പ്രഥമ ദൃഷ്ടിയ ഈ കുറ്റാരോപണം സംശയാസ്പദമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാഹുലിന് കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യം അനുവദിച്ച് കോടതി ഉത്തരവിട്ടത്. തിരുവനന്തപുരം സെഷൻസ് ജഡ്ജ് S. നസീറ ഉന്നയിച്ച സംശയങ്ങൾക്ക് ഉത്തരം നൽകേണ്ടത് പരാതിക്കാരിയാണ്. എന്തുകൊണ്ട് പരാതി നൽകാൻ വൈകി എന്ന സംശയത്തിന് പോലും പലയിടത്തും പല മറുപടിയാണ് പരാതിക്കാരി നൽകുന്നത്. ഇതാണ് പരാതി തന്നെ സംശയാസ്പദമാണ് എന്ന നിഗമനത്തിലേക്ക് കോടതിയെ എത്തിച്ചത്. യുവതിയുടെ പരാതിയിലും മൊഴിയിലുമുള്ള വൈരുദ്ധ്യങ്ങളാണ് കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയത്. ബംഗളൂരു സ്വദേശിനിയുടെ പരാതിയിലുള്ള രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ കോടതിക്ക് നിറയെ സംശയങ്ങളുണ്ട്. ഇതെല്ലാം രാഹുലിനെ കുടുക്കുന്നതിനുള്ള രാഷ്ട്രീയ കളികളുടെ ഭാഗമാണോ എന്ന സംശയം ജനിപ്പിക്കും. അത്തരം ചില ചോദ്യങ്ങളും സംശയങ്ങളുമാണ് കോടതി ഉന്നയിച്ചിരിക്കുന്നത്. ബലാത്സംഗം എന്ന ഗൗരവതരമായ കുറ്റകൃത്യമാണ് പ്രതിക്കെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് കോടതി നിരീക്ഷിക്കുന്നു. പക്ഷേ ഈ പരാതി ഉന്നയിക്കാൻ എടുത്ത കാലതാമസം, പരാതിയിൽ പറയുന്ന കാര്യങ്ങളിലെ വൈരുദ്ധ്യം എന്നീ കാര്യങ്ങളിലാണ് കോടതിക്ക് സംശയം ജനിച്ചത്. ഇതാണ് പോലീസിൽ പരാതി നൽകാതെ KPCCക്ക് പരാതി നൽകാനുണ്ടായ കാരണം എന്താണ് എന്ന് കോടതി ചോദിച്ചത്. KPCCക്ക് പോലും പരാതി നൽകാൻ എടുത്ത കാലതാമസം എന്തുകൊണ്ടാണ് എന്നും കോടതി ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇതിനെ പരാതിക്കാരെ ബോധിപ്പിക്കുന്ന കാരണങ്ങൾ പലതരത്തിലാണ്. പരാതി നൽകാൻ വൈകിയതിന് ഒരു കാരണമായി യുവതി പറയുന്നത് തനിക്ക് രാഹുലിനെയും രാഹുലിന്റെ സുഹൃത്തുക്കളെയും പേടിയുണ്ട് എന്നാണ്. അതേസമയം തന്റെ കുടുംബത്തെ ബാധിക്കുമെന്ന ആശങ്കയാണ് പരാതി നൽകാൻ വൈകിയത് എന്നാണ് മറ്റൊരു മറുപടി. എന്നാൽ രാഹുൽ തന്നെ എപ്പോഴെങ്കിലും വിവാഹം ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുകയായിരുന്നുവെന്നും അതുകൊണ്ടാണ് പരാതി നൽകാൻ വൈകിയത് എന്നും മറ്റൊരിടത്തും പറയുന്നുണ്ട്. ഇത്തരത്തിൽ പരാതി നൽകാനുള്ള കാലതാമസം സംബന്ധിച്ച് യുവതിയുടെ പരാതിയിലും മൊഴിയിലും വൈരുദ്ധ്യമുണ്ട് എന്ന് കോടതി നിരീക്ഷിക്കുന്നു. അതോടൊപ്പം പ്രോസിക്യൂഷൻ ചില ചാറ്റുകൾ കോടതിയിൽ തെളിവായി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ചിലതെല്ലാം മാസ്ക് ചെയ്തിരിക്കുകയാണ്. ബലാത്സംഗം നടന്നു എന്ന് പറയുന്ന കാലത്തിന് ശേഷവും പ്രതിയും പരാതിക്കാരിയും നിരന്തരം ബന്ധം തുടർന്നതായി ഈ ചാറ്റുകളിൽ നിന്ന് വ്യക്തമാണ് എന്നും കോടതി ചൂണ്ടിക്കാട്ടി. നിഷ്ഠൂരമായ ഉപദ്രവം പ്രതിയിൽ നിന്ന് നേരിട്ടു എന്ന് പരാതിക്കാരി തന്നെ പറയുന്നുണ്ട്. അങ്ങനെ നികൃഷ്ടമായ പീഡനവും ഉപദ്രവവും ഏറ്റിട്ടും ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടും അന്നേ ദിവസത്തിന് ശേഷവും പ്രതി തന്നെ വിവാഹം കഴിക്കുമെന്ന് പെൺകുട്ടി പ്രതീക്ഷിച്ചിരുന്നത് എന്തുകൊണ്ടാണ് എന്നും അതിൽ പൊരുത്തക്കേടുണ്ട് എന്നും കോടതി വിലയിരുത്തുന്നു. അതേസമയം രാഹുലിനെതിരെ ആരോപിക്കപ്പെട്ടിരിക്കുന്ന ബലാത്സംഗ കുറ്റം തെളിയിക്കാൻ പ്രഥമ ദൃഷ്ട്യാ രേഖകളൊന്നും ഇല്ല എന്നും സമ്മർദ്ദത്തെ തുടർന്നാണ് പരാതി നൽകിയത് എന്ന സാധ്യത തള്ളിക്കളയാനാകില്ല എന്നും കോടതി വിധിയിൽ പറയുന്നുണ്ട്. അതിജീവിതയുടെ പരാതി സമ്മർദ്ദം മൂലമാണ് എന്ന് സംശയിക്കാൻ ചില കാരണങ്ങൾ കോടതി ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. പരാതി KPCCക്കോ KPCC ആ പരാതി പോലീസിനോ നൽകും മുൻപ് തന്നെ ക്രൈംബ്രാഞ്ച് സംഘം യുവതിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചതായി പറയുന്നുണ്ട്. KPCC പ്രസിഡന്റിന് യുവതി നൽകിയ പരാതിയിൽ ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുമുണ്ട്.
പോലീസിൽ പരാതി നൽകുന്നതിനെക്കുറിച്ച് യുവതി ആലോചിക്കുന്നതിന് മുൻപ് തന്നെ പോലീസ് വിവരം ശേഖരിച്ചത് എന്തിനാണ് എന്നതിലാണ് കോടതിക്ക് സംശയം. രാഹുലിനെതിരെ മറ്റൊരു യുവതി ഉന്നയിച്ച ഗർഭധാരണ ഗർഭഛിദ്ര ആരോപണങ്ങളും പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളും കാലതാമസവും പരിഗണിക്കുമ്പോൾ ആരോപണങ്ങളെ സംശയത്തോടെയാണ് കാണുന്നത് എന്ന് കോടതി ഉത്തരവിൽ പറയുന്നു. പരാതിയിലെയും മൊഴിയിലെയും വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഉപാധികളോടെയാണ് കോടതി രാഹുലിന് ജാമ്യം അനുവദിച്ചത്. അറസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ 50,000 രൂപയുടെ 2 ആൾ ജാമ്യത്തിൽ വിട്ടയക്കണമെന്നും 3 മാസത്തേക്കോ അന്തിമ റിപ്പോർട്ട് നൽകുന്നതുവരെയോ 2 ആഴ്ച കൂടുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോഴെല്ലാം ഹാജരാകണം എന്നുമുള്ള ഉപാധികൾ കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പരാതിക്കാരിയെയോ സാക്ഷികളെയോ നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെടാൻ പാടില്ല എന്നും കോടതി ജാമ്യ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആദ്യ കേസിലെ ജാമ്യ ഹർജി തിങ്കളാഴ്ചയാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. കേസിലെ ജാമ്യ ഉപാധി പ്രകാരം അതേ ദിവസം തന്നെയാണ് രാഹുൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ എത്തേണ്ടത് എന്നത് ഏറെ നിർണായകമാകുന്നുണ്ട്. അതേസമയം ജില്ലാ സെഷൻസ് കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സെഷൻസ് കോടതി വസ്തുതകൾ പൂർണ്ണമായും പരിഗണിച്ചിട്ടില്ല എന്നും സമൂഹത്തിൽ മാതൃകാപരമായി പെരുമാറേണ്ട MLAക്കെതിരെയാണ് പരാതി എന്നത് ഈ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് ജാമ്യം അനുവദിക്കുന്നത് തെറ്റായ സന്ദേശം നൽകും എന്നുമാണ് ഹൈക്കോടതിയിൽ സർക്കാർ ഉയർത്താൻ പോകുന്ന വാദം. ബലാത്സംഗം, പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം, ഭീഷണിപ്പെടുത്തൽ, തട്ടിക്കൊണ്ടുപോകലടക്കം ഗുരുതരമായ വകുപ്പുകളാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നും ജാമ്യം ലഭിച്ചാൽ പ്രതി കേസിന്റെ അന്വേഷണത്തെയും സാക്ഷികളെയും സ്വാധീനിക്കാനോ ഭീഷണിപ്പെടുത്താനോ സാധ്യതയുണ്ട് എന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കും. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ KPCCക്ക് ലഭിച്ച പരാതി ആസൂത്രിതമാണ് എന്നാണ് UDF വിലയിരുത്തുന്നത് എന്ന നിലപാടുമായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും രംഗത്തെത്തി. പരാതിക്ക് പിന്നിൽ ഒരു ലീഗൽ ബ്രെയിൻ ഉണ്ടെന്നാണ് സണ്ണി ജോസഫ് പറഞ്ഞത്. തനിക്ക് കിട്ടുന്നതിന് മുൻപ് തന്നെ ആ പരാതി മാധ്യമങ്ങൾക്ക് കിട്ടിയത് ആസൂത്രിതമല്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. കോടതിയും സണ്ണി ജോസഫും ഉന്നയിച്ച സംശയങ്ങൾ പരാതിയുടെ സത്യസന്ധതയിൽ സംശയം ജനിപ്പിക്കുന്നതാണ്.